നമസ്കാരം. പണിമുടക്കിനും പഠിപ്പുമുടക്കിനും കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നതാണ് സംസ്ഥാനത്തെ ഇപ്പോഴത്തെ ദുരവസ്ഥ. ദേശീയ പണിമുടക്കിന് സ്കൂളുകളിൽ അധ്യാപകരെ പൂട്ടിയിടുക, റവന്യൂ ഓഫീസിൽ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുക, ബലമായി പൂട്ടുക, വാഹനങ്ങൾ തടയുക തുടങ്ങിയ അഭ്യാസങ്ങൾ കണ്ടു. വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിലും സുലഭമാണ്. അതുപോലെ തന്നെ വ്യാഴാഴ്ച SFIയുടെ പഠിപ്പുമുടക്കിന്റെ പേരിൽ കണ്ണൂർ മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാചക തൊഴിലാളി വസന്തയ്ക്ക് നേരെ നടന്ന അതിക്രമം നാട്ടുകാരെ ഞെട്ടിച്ചു. കാരണം അമ്മയാകാൻ പ്രായമുള്ള വയോധികയെയാണ് DYFI വനിതാ നേതാവ് കയ്യേറ്റം ചെയ്തത്. DYFI പേരാവൂർ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി അക്ഷയ മനോജിനെതിരെ പേരാവൂർ പോലീസ് കേസെടുത്തു. മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പാചക തൊഴിലാളി വസന്തയ്ക്ക് നേരെയായിരുന്നു SFI DYFI പ്രവർത്തകരുടെ അതിക്രമം. ഉച്ചഭക്ഷണം തയ്യാറാക്കിയാൽ ക്ലാസ് തുടരേണ്ടി വരും എന്ന് പറഞ്ഞ് പാചകപ്പുരയിൽ കയറുകയും പാചകക്കാരിയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നാണ് പരാതി. കഴുകിയ അരി ഇടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അതിക്രമം ഉണ്ടായതെന്ന് പാചകക്കാരിയായ വസന്ത പറഞ്ഞു. പ്രായത്തിന്റെ ബഹുമാനമെങ്കിലും കാണിക്കേണ്ടേ? ഓളുടെ അമ്മയാകാൻ പ്രായമുണ്ട്. ചെലക്കല്ലാന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഇറങ്ങടിയെന്ന് തിരിച്ചു പറഞ്ഞു, വസന്ത പറഞ്ഞു. തന്റെ കൈ പിടിച്ച് തിരിച്ചുവെന്നും അരി തട്ടിമറിച്ചുവെന്നും വസന്ത പറഞ്ഞു. 2000ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് സംഭവം ഉണ്ടായത്. SFI ആഹ്വാനം ചെയ്ത പഠിപ്പുമുടക്ക് സമരത്തിന്റെ ഭാഗമായിട്ടാണ് പുറത്തുനിന്നുള്ള DYFI പ്രവർത്തകരടക്കം സ്കൂളിലെത്തിയത്. സമരമായതിനാൽ ക്ലാസ് ഇല്ലെന്നും അതുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യരുതെന്നും പ്രവർത്തകർ പറഞ്ഞു. എന്നാൽ പാചക തൊഴിലാളി വസന്ത ഇതിനെ എതിർത്തതോടെ ഇവരുമായി വാക്കേറ്റമുണ്ടായി. പിന്നാലെ വേവിക്കാനെടുത്ത അരി പ്രവർത്തകർ തട്ടിക്കളഞ്ഞു. വസന്തയുടെ പരാതിയിലാണ് പോലീസ് അക്ഷയ്ക്കെതിരെ കേസെടുത്തത്. കൈ തട്ടിയപ്പോൾ ചൂടുവെള്ളം കാലിൽ വീണ് പൊള്ളലേറ്റെന്നും ഇവരുടെ പരാതിയിലുണ്ട്.